താങ്കളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റീസെൻ്റായിട്ട് ഞാൻ കാണുകയുണ്ടായി. അതിൽ പറഞ്ഞത് ഭക്ഷണം ഒരു പരിഹാരമാണ്, അല്ലെങ്കിൽ ആഹാരം ഒരു പരിഹാരമാണ് എന്ന് പറയുന്നുണ്ട്. ആഹാരം വിശപ്പിനുള്ളൊരു പരിഹാരം എന്നാണോ ഉദ്ദേശിച്ചത്, അതെ അതിന് വേറെ എന്തെങ്കിലും ഇൻ്റർമീനിങ്സോ മറ്റ് ലെയേഴ്സോ ഉണ്ടോ? പിന്നെ വിശപ്പ് എന്ന് പറയുന്നത് നമ്മളെ ബോഡിയുടെ ഒരു കോളാണ്. നമ്മളെ ബോഡിയുടെ അതൊരു നെസസിറ്റി ആണ്, ഒരു നീഡാണ്. എന്തിനാ? നമ്മളെ ബോഡിയെ ഹെൽത്തി ആയിട്ട് നിർത്താൻ. യെസ്, നമ്മളെ ബോഡിയെ ഹെൽത്തി ആയിട്ട് നിർത്തണമെങ്കിൽ നമ്മൾ എന്താ കഴിക്കേണ്ടേ? ഹെൽത്തി വൈറ്റമിൻ ബേസ് ചെയ്തിട്ട് നമ്മളെ ബോഡിക്ക് ബേസ് ചെയ്തിട്ടുള്ള കാര്യം. അങ്ങനെ കഴിച്ചാൽ താങ്കൾക്കൊരു അസുഖം വരുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ കഴിക്കാത്തപ്പോൾ താങ്കൾക്ക് പല അസുഖങ്ങളും വരും. അപ്പോൾ ആഹാരം താങ്കളുടെ എല്ലാ എയിൽമെൻറ്റ്സിനും ഒരു പരിഹാരമല്ലേ? യെസ്. താങ്കളുടെ വാട്ടർ കൺസംഷൻ, താങ്കൾക്ക് ഇപ്പോൾ യൂറിനറി പ്രശ്നങ്ങളുണ്ട്, ഇല്ലെങ്കിൽ താങ്കൾക്ക് വിയർപ്പിന് ബാഡ് സ്മെല്ലുണ്ട്, താങ്കളുടെ വാട്ടർ കൺസംഷൻ ഇപ്പോൾ കഴിക്കുന്നതിനെക്കാട്ടി ഒരു 25% കൂട്ടിയാൽ മതി. ഇതായാലും പറഞ്ഞു തരുമോ? ഇല്ല. ഞാനൊരു സിമ്പിൾ കാര്യം ചോദിക്കാം. ആയുർവേദം പ്രകൃതിയിൽ നിന്നാണ് എല്ലാം എടുത്ത് താങ്കൾക്ക് മരുന്നുണ്ടാക്കി തന്നു. എവിടെങ്കിലും കെമിക്കൽ യൂസ് ചെയ്തിരുന്നോ? ഇല്ല. ഇല്ല. കെമിക്കലിൻ്റെ പിറകെ പോയി എൻ്റെ മുത്തശ്ശി 99ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അപ്പോൾ മെഡിക്കൽ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി എന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ 150ാമത്തെ വയസ്സിലല്ലേ മരിക്കണ്ടേ? കറക്റ്റ്. അതല്ലേ മെഡിക്കൽ സയൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. അതെ. അന്ന് കൊല്ലത്ത് തന്നെ 3 ഹോസ്പിറ്റലേ ഉള്ളൂ, ഇന്ന് 30 എണ്ണം ഉണ്ട്. എന്നിട്ടും 50 വയസ്സ് തൊട്ട് 70 വയസ്സിനകത്ത് എത്തിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. ആൾക്കാർ കടന്ന് ഇല്ല, ഒരു ബോളും 6 റൺസും എടുക്കേണ്ട അവസ്ഥയിലാണ്. കറക്റ്റ്. 6 അടിക്കാൻ പറ്റിയാൽ ഞാൻ ജയിച്ചു, ഇല്ലെങ്കിൽ ഔട്ട്. എന്ത് ടെക്നോളജി അഡ്വാൻസ് ആയത്? തോട്ട് പ്രോസസ്സിനകത്ത് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് യു ആർ ദ ലിവിങ് ഗോഡ്. യെസ്. യു ആർ ദ ഗോഡ് ആൻഡ് യു ആർ ദ ഡെവിൾ. മൈ ക്വസ്റ്റ്യൻ ഹിയർ ഇസ്, ഇത് നിന്റെ ടെമ്പിൾ ആണോ അതോ നിന്റെ ടോയ്ലറ്റ് ആണോ? ടെമ്പിൾ ആണെങ്കിൽ അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ടെമ്പിൾ നോട്ടിലായിരിക്കണം. യെസ്, റൈറ്റ്. അല്ലെങ്കിലോ? അല്ലേ? കറക്റ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ. അതുകൊണ്ട് ടെമ്പിൾ ഓഫ് ഫുഡീസ് എന്ന് പറയാനും ഒരു കാരണം. കാരണം ഷാവോലിൻ ടെമ്പിൾ എന്നൊക്കെ പറയുന്ന കണക്ക് എനിക്കിവിടെ വരുന്നവരെല്ലാം അതിഥി ദേവോ ഭവ എന്ന് വിശ്വസിക്കുന്നത്. അപ്പം പലരും ചോദിച്ചു പൈസ തരണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു ഹൈന്ദവ സംസ്കാരത്തിലുള്ള വ്യക്തിത്വമാണ്. എൻ്റെ വ്യക്തിത്വം, എൻ്റെ ഭഗവാന്മാരെല്ലാം ഇനോർമസ്ലി റിച്ചാണ്. അപ്പോൾ നിങ്ങളിൽ ഞാൻ ഭഗവാനെ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ പോരെ. ബാക്കിയുള്ള സംസ്കാരത്തിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. വിഷയം എന്ന് പറയുന്നത് ആൾക്കാർക്കെല്ലാം ഇന്ന് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നടക്കും. ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ് സച്ച് ആസ് മാർക്കറ്റിംഗ്. എൻ്റെ ഒരു പരസ്യവും നിങ്ങളെങ്ങും കാണില്ല, എൻ്റെ കുക്കറി ഷോസ് നിങ്ങൾ കാണില്ല, വളരെ അപൂർവമായിരിക്കും. ബിക്കോസ് ഐ എം നോട്ട് മാർക്കറ്റിംഗ്, ഐ ആം ബ്രാൻഡിങ്. In next 2 years, I am the brand for the Keralian culinary, and I work towards it. Okay. I am branding. നമ്മൾ മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഹൂന്ന് കാണിക്കുക, കുറേ ബടായി പറയുക, ആൾക്കാരെ നെഗറ്റീവ് പറയുക, പോസിറ്റീവ് പറയുക, കുറേ കോപ്രാണ്ടിത്തരങ്ങൾ കാണിക്കുക. നിങ്ങളെ മക്കൾക്കാണെങ്കിലും നിങ്ങളെ സഹോദരിമാരാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാണെങ്കിലും ഞാനൊരു റെഫറൻസ് ആയിരിക്കണം. In a way that they will take me as a guide for prosperity. അപ്പോൾ അത് ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ ആൾക്കാർക്ക് എല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, there is a big difference between marketing and branding. Establish yourself. Be the brand. മോഹൻലാൽ is a brand. Right. എവിടെ കൊണ്ട് ഒട്ടിച്ചു വെച്ചാലും കാശാണ്. Correct. So you are focusing on ഒരു സെൽഫ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. It's not about self or anything. It's about that terminology. നമ്മൾ ബ്രാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റീസ് ഉണ്ടാവണം. നമുക്ക് നമ്മുടേതായ ഒരു ക്വാളിറ്റി ഉണ്ടാവണം, നമ്മുടേതായ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം, നമ്മുടേതായ ഒരു ഫോക്കസ് ഉണ്ടാവണം, നമ്മുടേതായ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം. ഇതെല്ലാമാണ് നമ്മളെ ബ്രാൻഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മളെ കൂടെ വരുന്ന പല വ്യക്തിത്വങ്ങളും അത് ഉണ്ടാവണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു 100 പേരെ ജോലിക്ക് എടുത്താൽ 99 ആൾക്കാർക്കും അത് ഉണ്ടാവണമെന്നില്ല. നമ്മളെ തെറ്റല്ല അത്. കാരണം യുവർ വിഷൻ മാറ്റേഴ്സ് എ ലോട്ട്. നമ്മൾക്കതുണ്ടോ, ദാറ്റ് മേക്സ് യു എ ലീഡർ. That makes you a leader. Otherwise you are a follower. Yes. Leaders എന്ന് പറയുന്നത്
വളരെ റെയറായിട്ട് വരുന്നൊരു കാര്യം. സോ യു ഹാവ് ടു വർക്ക് ടുവേർഡ്സ് ഇറ്റ്. ജനിച്ചപ്പോഴേ ഒന്നും വരേണ്ട ആവശ്യമില്ല. നമ്മൾ വർക്ക് ചെയ്യുക, നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പലരെയും ശത്രുക്കളാക്കും, പലരും അഭിപ്രായങ്ങൾ പറയും. ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവനൊക്കെ വന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചു തരും. ഡസൻറ്റ് മാറ്റർ. ദ പേഴ്സൺ വിൽ കം, ദ ഹോൾ വേൾഡ് വിൽ കോൺസ്പയർ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. അത് നടന്നിരിക്കും. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ്, ഞാൻ പറഞ്ഞാൽ ഒരു ചമ്മന്തി ആണെങ്കിലും, കാന്താരി ചമ്മന്തി ആണെങ്കിലും, പച്ചമാങ്ങയാണെങ്കിലും, ജാതിക്കാണെങ്കിലും, ചമ്മന്തിപ്പൊടിയാണ് ഒരെണ്ണം. അതിന് റെഫറൻസ് തരാം. വെങ്കടാചലപതി, തിരുപ്പതി ലഡ്ഡു ഒന്നേ ഉള്ളു. അവിടെ 50 പായസത്തിനെ പറ്റി ആരും സംസാരിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. കൊട്ടാരക്കര ഉണ്ണിയപ്പം ഒന്നേ ഉള്ളു. തിരുനെൽവേലി ഹൽവ ഒന്നേ ഉള്ളു, അല്ലേ? തലപ്പാക്കട്ടി ബിരിയാണി ഒന്നേ ഉള്ളു. അപ്പം അതാണ് ബ്രാൻഡിങ്. അല്ലാണ്ട് 50 ഐറ്റംസും വെച്ച് ഒന്നും വേണ്ട. ഒരു സാധനം ചമ്മന്തി, അത് കഴിക്കാൻ ദുബായ് ഷേക്ക് ആണെങ്കിലും ഇവിടെ വരണം. അവിടെ നിന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ കേരള ഫുഡ് കഴിച്ചിട്ടില്ല. ഇഫ് യു ഹാവ് നെവർ ഡൈൻഡ് ഫ്രം ഷെഫ് നളൻ, യു ഹാവ് നെവർ ടേസ്റ്റഡ് ദ റിയൽ കേരള ടേസ്റ്റ് ഫുഡ്സ്. കറക്റ്റ്. അതാണ് ബ്രാൻഡിങ്. അതിലേക്ക് എത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ നമ്മൾ ഈ അവാർഡ് ഓഫ് എക്സലൻസ് ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ ഗവർണറുടെ കയ്യിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു സക്സസ് മൊമെന്റ് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ്. ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അവർ വേറൊരു കൾച്ചറിൽ, വേറൊരു സ്റ്റേറ്റിൽ ആയിരിക്കും. അവർ വേറൊരു കൾച്ചറിൽ, വേറൊരു സ്റ്റേറ്റിൽ ഒക്കെ അങ്ങനെയൊക്കെയാണ് അവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഓരോ ബ്ലഡ് ക്വാളിറ്റിക്ക് ഓരോ ടേസ്റ്റ് ഫോർമാറ്റ് ഉണ്ട്. മനസ്സിലായില്ല? അവരുമായിട്ട് 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ചില ആൾക്കാർക്ക് സ്പൈസി പറ്റത്തില്ല, ചില ആൾക്ക് ഇന്ന നോട്ട്. അപ്പം നമ്മളൊരു മീല് പ്രിപ്പയർ, പ്രത്യേകിച്ച് നമ്മളൊരു വാഴയിലയിലെ സദ്യ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഏതിനെ ഫോക്കസ് ചെയ്ത് വിളമ്പുന്നു എന്നുള്ളതാണ്. ഇപ്പം തീയൽ, നമ്മൾ കൊട്ടത്തേങ്ങ, അതായത് ഉണക്കത്തേങ്ങ വറുത്തരച്ച് വേണം തീയൽ വെക്കാൻ. പലരും പച്ചത്തേങ്ങയല്ല വയ്ക്കുന്നത്. അപ്പം അതൊരു ടേസ്റ്റ് കാണത്തില്ല. അപ്പം ഈ തീയൽ എന്ന് പറയുന്നത് ഭയങ്കര ആൾക്കാരെ എംപവർ ചെയ്യുന്ന, മീൻസ് ആൾക്കാരെ ഭയങ്കരമായിട്ടൊരു ടേസ്റ്റ് ബഡ്സിനെ എംപവർ ചെയ്യുന്ന ഒരു സാധനമാണ് വറുത്തരച്ച മണവും വിളിച്ച. നേരെ വെച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മേജർ ഉണ്ടായിരുന്നു. മേജർ വെജിറ്റേറിയനാണ്. അപ്പോൾ പുള്ളിക്ക് ഡാലിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം. അപ്പം നമ്മളുടെ പരിപ്പ് കറിയും നമ്മളുടെ അവിയലും ഒക്കെ വെച്ചാണ് അത് സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഇലയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് മീൽ ഇസ് സെർവ്ഡ് ഇൻ എ ബനാന ലീഫ് ആൻഡ് ദാറ്റ് ബിലോങ്സ് ടു കേരള. ഇപ്പം നമ്മുടെ ഒരുപാട് പുതിയ സംരംഭകർ, അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പം ഷെഫ് നളനെ പോലെയുള്ള ആളുകളെ കാണുമ്പോൾ, അല്ലെങ്കിൽ വെറ്ററനായിട്ട് നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ ആണല്ലോ. ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് തുടങ്ങിക്കൂടാ, ഞങ്ങൾക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ അറിയാം, ഞങ്ങൾക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ ചിന്തിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും മെനു എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത്, അല്ലേ? അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു മെനു എഞ്ചിനീയറിംഗും അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേണും ഒക്കെ എങ്ങനെയായിരിക്കും? നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആദ്യം ഒരു ഷെഫിനെ കൺസൾട്ടൻ്റ് ആയിട്ട് വയ്ക്കുക. അതാണ് ഫസ്റ്റ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഷെഫിനെ കൺസൾട്ടൻ്റ്, അത് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഉള്ള. നിങ്ങളിപ്പോൾ ഒരു 1 കോടി രൂപയാണ് അല്ലെങ്കിൽ 50 ലക്ഷം രൂപയാണ് നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാതെ 5 ലക്ഷം രൂപ നിങ്ങളെ ഷെഫിന് കൊടുക്കും. നിങ്ങൾ 1 മാസം 2 മാസം കൊണ്ട് കാശ് തിരിച്ചുണ്ടാക്കും. ആ ഷെഫ് നിങ്ങൾക്ക് പറഞ്ഞു തരും എത്ര ടേബിള്, എത്ര ചെയർ, ആ ടേബിളിനനുസരിച്ച് എങ്ങനെ കിച്ചൺ, ആ ടേബിളിനനുസരിച്ച് എങ്ങനെ കിച്ചൺ ഇല്ലെങ്കിൽ എത്ര ഗ്രിൽ പാൻസ് വേണം, ഇതെല്ലാം എത്ര ഗ്രിൽ പാൻസ് ഇട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ബേസ് ചെയ്ത് നമുക്കൊരു മെനു ഉണ്ടാവും, ലിമിറ്റഡ് മെനു. ആ മെനു പഠിച്ചു വെക്കുക. നമുക്ക് ഇംഗ്ലീഷ് ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. നമുക്ക് ഇംഗ്ലീഷ് ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു വെക്കുക. ഇവിടെ പല മുതലാളി 5 ലാഖാണ്. ഞാൻ കഴിഞ്ഞ കേരളത്തിൽ മാത്രം 10 കൊല്ലം കൊണ്ട് സമ്പാദിച്ചത് താങ്കൾക്ക് ഞാൻ 10 മിനിറ്റിൽ തരികയാണ്. ഞാനൊരു പ്രശസ്തനായ ഒരു ലോയർ അടുത്ത് ചോദിച്ചു, നിങ്ങൾ 40 സെക്കൻഡിന് 40,000 രൂപ വാങ്ങിക്കുന്നല്ലോ, 40 വർഷം ഉഴപ്പിപ്പാ. അതെ, സുമ്മാവാ.
അപ്പം 10 വർഷം കൊണ്ട് നമുക്ക് പറ്റിയതൊന്നും താങ്കൾക്ക് പറ്റാതിരിക്കാനാണ് നോക്കുക. ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർക്കിടെക്റ്റിനെ വിളിക്കും, അയാൾ പറയും ഇതിലേക്കൂടെ പൂ വരണം, അതിലേക്കൂടെ ആനയുടെ വെള്ളം വരണം, ഇതെല്ലാം കൂടെ ചെയ്ത് കുറേ 10, 25, 50 ലക്ഷം രൂപ മുടക്കും. മുടക്കി കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഡ്രെയിനേജ് പണിഞ്ഞിട്ടില്ല, വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് ചെയ്തിട്ടില്ല, വാട്ടർ ഫിൽറ്ററിങ് ശരിയായിട്ടില്ല. അപ്പോൾ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏത് റെസ്റ്റോറൻറ്റിൻ്റെയും ആത്മാവ് വീട് പോലെ തന്നെ അതിൻ്റെ അടുക്കളയാണ്. നിങ്ങൾ അടുക്കളയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്ര ചെയ്യാൻ പറ്റും, 50,000 പെർ ഡേ, 1 ലക്ഷം പെർ ഡേ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ടേബിൾ അറേഞ്ച്മെൻറ്റിലേക്ക് വരുന്നത്. ഇപ്പോൾ പലയിടത്തും ഞാൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഒക്കെ വലിയ റെഫ്രിജറേറ്ററും കോൾഡ് ഫ്രീസറൊക്കെ ചെയ്യുന്നതാണ്. ഒരു കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് നമുക്കൊരു ശരാശരി 50,000 എങ്ങനെ എത്താം, ഇതിനെ ബേസ് ചെയ്തിട്ട് ടേബിള് മതിയാവൂ. അപ്പോൾ ആ ഒരു ഷെഫ് കൺസൾട്ടൻസി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇല്ലേ നിങ്ങളെ സുഹൃത്തുക്കളടുത്ത് പറഞ്ഞ് ആ കിസീനുമായിട്ട് കണക്ട് ചെയ്ത്, ഇപ്പം കോണ്ടിനെൻ്റൽ ഷെഫിനെ വിളിച്ചിട്ട് കേരള കിസീൻ്റെ മെനു ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലെങ്കിൽ മൾട്ടി ക്വിസീൻ ചെയ്യുന്ന ഷെഫന്മാരുണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചു മതി. അവർക്കും ബിസിനസ് പരമായി റിസൾട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഇപ്പം 1 കിലോ ബീഫ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ 800 ഗ്രാം ആവും. കറക്റ്റ് അല്ലേ? ഒരു പോർഷൻ 150 ഗ്രാം വെച്ച് കൊടുക്കുന്നെന്ന് കരുതുക. ഇതിൽ ബാക്കിയുള്ള സ്ഥലത്താണ് എല്ല്, ജവ്, കൊഴുപ്പ്. 80 രൂപ കാണും. ഇങ്ങനെ മാന്തി അതിൽ നിന്ന് ഒരു 2 പീസ് എടുത്ത് തന്നിട്ട് എന്തൊരു പൊറോട്ടയും ബീഫാന്ന് പറയും. അത് വേവിക്കുന്നത് മൊത്തം പശുവിൻ്റെ കൊഴുപ്പിട്ടിട്ടാണ്. അതുകൊണ്ടാണ് ഭയങ്കര ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. ആ പൊറോട്ടയിലൊക്കെ ഇങ്ങനെ മഞ്ഞ കളറിൽ നെയ്യ് പോലെ പിടിച്ചിരിക്കും. കൈ കഴുകുമ്പോൾ സോപ്പിട്ട് കഴുകണം. ഇതിലും ഭേദം വിഷം വാങ്ങിച്ച് തിന്നൂടെ അല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഫുഡ്